ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നൊരു ബുക്ക് കവറിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആലിമോളുടെ ബുക്സ് ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. നോട്ട് ബുക്സും സ്കൂളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെയിം സ്ലിപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറാണ് ഇപ്രാവശ്യം ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുക്ക് കവറിംഗ് തുടങ്ങിയാലോ. ഞാൻ ഈ ഒരു രീതിയിലായിരുന്നില്ല ബുക്ക് കവർ ചെയ്തിരുന്നത്, വേറൊരു മെത്തേഡിലാണ് ബുക്ക് കവർ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ കവർ ചെയ്യുമ്പോഴേക്കും ബുക്ക് കവർ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാനായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ഷെയർ ചെയ്യാം, കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാൻ പാടാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കിയിട്ട് റോൾ ചെയ്യുന്ന നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കവറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ബുക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വശവും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഈ രീതിയിലൊന്ന് അമർത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓരോ സൈഡ് എടുത്തിട്ടും ഇതേപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഓരോ സൈഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ചെറിയൊരു പോർഷൻ ഉള്ളത് നമുക്ക് ഇതേപോലെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ അറ്റത്തായിട്ട് ഒന്ന് സ്റ്റാപ്ലറും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ലോക്കായിട്ട് ഇരുന്നോളും. ഈ ഒരു രീതി തന്നെ നമ്മൾ നാല് സൈഡും ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസ് ഉള്ളിലോട്ടാക്കി ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ലോക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാപ്ലറും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇത് കിട്ടും. മറ്റ് മെത്തേഡുകളിൽ വെച്ച് കുറച്ചും കൂടി പെർഫെക്ഷൻ എനിക്ക് തോന്നിയത് ഈ ഒരു കവറിംഗ് മെത്തേഡാണ്. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും എല്ലാം തന്നെ കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു നോട്ട് ബുക്കും കൂടി ഇതേപോലെ കവർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ നമ്മുടെ നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും എല്ലാം തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെയിം സ്ലിപ്പ് ചേർത്ത് കൊടുക്കാം. നെയിം സ്ലിപ്പ് ആലിമോളുടെ സെലക്ഷനാണ്. അപ്പോൾ ആലിമോൾക്ക് തന്നെ ഒട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവൾ തന്നെയാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിതിൽ പേരൊക്കെ എഴുതിയായിരുന്നു. പേരും സ്കൂളും ക്ലാസ്സും ഡിവിഷനും സബ്ജക്റ്റും എല്ലാം തന്നെ നമ്മൾ എഴുതിയായിരുന്നു. അപ്പോൾ നമ്മുടെ 4th സ്റ്റാൻഡേർഡിലൊക്കെയുള്ള ആലിമോളുടെ ബുക്സൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്.